CPI മുൻ MLA S. രാജേന്ദ്രൻ BJPയിൽ ചേർന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് പാർട്ടി മാറുന്നതെന്ന് S. രാജേന്ദ്രൻ പിന്നീട് പറഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ CPI-യുമായി തെറ്റിയ മുൻ ദേവികുളം MLA S. രാജേന്ദ്രൻ ഒടുവിൽ BJPയിൽ. ദീർഘനാളായി BJPയിലേക്കെന്ന അഭ്യൂഹങ്ങളും ചർച്ചകളും നിലനിൽക്കെയാണ് S. രാജേന്ദ്രന്റെ BJP പ്രവേശം. BJP സംസ്ഥാന കാര്യാലയമായ KG മാരാർ ഭവനിലെത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് പാർട്ടി മാറ്റമെന്ന് S. രാജേന്ദ്രൻ. മാനസിക പ്രയാസങ്ങളുണ്ട്, പലതും സഹിച്ചു. ഉപദ്രവിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ടിരിക്കുന്നുവെന്ന് CPIM നേതാക്കൾ അധിക്ഷേപിച്ചു. ഒരു വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ദീർഘകാലമായി തുടർന്നു ചെല്ലാൻ കഴിയാത്ത മനോഭാവവും മാനസികമായ പ്രയാസങ്ങൾ അതിലുണ്ട്. വാതിൽ തുറന്നിട്ടുണ്ട്, എപ്പോൾ വേണേലും പോകാം എന്ന വാചകങ്ങളിലൂടെ പല ധവനകളും ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. ഉപദ്രവിക്കരുത് എന്ന്, വേട്ടയാടുകയും അവഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലതും സഹിച്ചിട്ടുണ്ട്. BJP പ്രവേശത്തിൽ ഉപാധികൾ വെച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്നും S. രാജേന്ദ്രൻ പറഞ്ഞു. എന്നാൽ താൻ പൂർണ്ണമായി BJPയിലാണെന്ന് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലെന്ന രാജേന്ദ്രന്റെ പരാമർശം BJP നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ഒരു പാർട്ടിയിൽ പ്രവേശിച്ചതുകൊണ്ട് മുഴുവനും BJPയിൽ പൂർണ്ണമായി ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ തുടക്കത്തിൽ പ്രതീക്ഷയോടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കേന്ദ്രം ഇതിന് മുൻകൈയെടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ. ഈ നാട്ടിൽ ഇന്നും മൂന്നാറാണോ ഇടുക്കിയാണോ എത്ര സ്ഥലത്ത് ഇന്നും ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ജീവിക്കുന്നു. അതെല്ലാം BJP NDA അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പരിഹരിക്കും. അത് സംരക്ഷിക്കാൻ, അവരെല്ലാം സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേസമയം S. രാജേന്ദ്രൻ BJPയിൽ പോയതിൽ CPIM-ന് ഒന്നും സംഭവിക്കാനില്ലെന്ന് MM മണി. രാജേന്ദ്രനെ CPIM നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണെന്നും MM മണി പറഞ്ഞു. അയാള് BJPയിൽ പോവോ ചെകുത്താൻ്റെ കൂടെ പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. പാർട്ടിക്ക് കുന്തവും വരില്ല. എന്ത് അയാൾ എവിടെ പോയി കയറിയാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അയാൾ ഞങ്ങളുടെ കൂടെ ഇല്ല, കാലങ്ങളായില്ല. പോയത് പുള്ളി പുറത്ത്. 2006 മുതൽ 2021 വരെ ദേവികുളം MLA ആയിരുന്നു S. രാജേന്ദ്രൻ. 2021 സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ദേവികുളത്തെ LDF സ്ഥാനാർത്ഥി A. രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് CPIM നടപടി സ്വീകരിച്ചിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.